നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭയായിരുന്നു നടൻ ശ്രീനിവാസൻ. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ തന്റേതായ ഒരു സ്ഥാനം അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച ആളാണ് അദ്ദേഹം. അവസാനമായി പ്രിയ താരത്തെ ഒരു നോക്ക് കാണാൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയിരുന്നത്. ശ്രീനിവാസന്റെ അന്ത്യചടങ്ങിന് സുനിൽ സ്വാമി നേതൃത്വം നൽകിയത് വിവാദമായിരുന്നു. കുപ്രസിദ്ധനായ ഇദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് അന്ത്യയാത്ര നൽകുന്നത് എന്നായിരുന്നു ചോദ്യങ്ങൾ. തട്ടിപ്പുവീരനായ സുനിൽ സ്വാമി എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. അദ്ദേഹം ആരാണെന്ന് ചേച്ചിക്ക് പോലും അറിയില്ലായിരുന്നു. തട്ടിപ്പുവീരനായ ആൾദൈവമായിരുന്നില്ല ശ്രീനിവാസന് കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ഇത് അദ്ദേഹത്തെ അപമാനിച്ചതിന് തുല്യമാണെന്നായിരുന്നു ആളുകൾ പറഞ്ഞത്. വിമല ചേച്ചിയോ മക്കളോ മറ്റു ബന്ധുക്കളോ വിളിക്കാതെയാണ് സുനിൽ സ്വാമി അവിടേക്ക് എത്തിയതും ചടങ്ങുകൾ ചെയ്തതും എന്ന് ഹൈദരാലി പറഞ്ഞിരുന്നു. ടൗൺ ഹാളിലേക്ക് ശ്രീനിവാസനെ കൊണ്ടുവന്നപ്പോൾ മുതൽ സുനിൽ സ്വാമിയും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മുൻപൊരിക്കൽ സുനിൽ സ്വാമിയെ കുറിച്ച് ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അടുത്തതായി അകത്തിടേണ്ട ആൾദൈവങ്ങളിലൊന്ന് സുനിൽ സ്വാമിയാണെന്ന് നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു എന്നാണ് PG പ്രേംലാൽ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത്. ഒരിക്കൽ ശ്രീനിയേട്ടനൊപ്പം കണ്ടനാട്ടെ വീട്ടിലിരിക്കുമ്പോൾ കേരളത്തിൽ പെരുകി വരുന്ന ആൾദൈവങ്ങൾ സംസാര വിഷയമായി. 2008 VSന്റെ കാലത്ത് സന്തോഷ് മാധവനിൽ തുടങ്ങി ചില ആൾദൈവങ്ങളെ പിടിച്ചകത്തിട്ട ധീരത പിന്നീട് വന്ന ഗവൺമെന്റുകളൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് നാട്ടിൽ വീണ്ടും ആൾദൈവങ്ങളുടെ ചാകരയെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞു. മതങ്ങളെയും വിശ്വാസ കച്ചവടത്തെയും ഒക്കെ മുൻനിർത്തി ഒരു സിനിമ ശ്രീനിയേട്ടൻ എഴുതണമെന്ന് ഞാനും പറഞ്ഞു. ഒരു താരതമ്യം നടത്താൻ പറ്റുന്ന ഒരു ബാക്ക്ഡ്രോപ്പിൽ കഥ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെപ്പോലെ മതവിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്ന രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അത് കൊള്ളാമല്ലോ എന്ന് ശ്രീനിയേട്ടൻ ചിരിച്ചു. അന്ന് സംഭാഷണ മധ്യേ പിടിച്ച് അകത്തിടേണ്ടവരും അകത്തിടപ്പെട്ടവരുമായ ആൾദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കടന്നുവന്ന ഒരു പേരാണ് മുതലമടയിലെ സുനിൽ സ്വാമി. വർഷങ്ങൾക്ക് ശേഷം തന്റെ സംസ്കാര ചടങ്ങിൽ അതേ വ്യക്തി കാർമികനെ പോലെ അരങ്ങേറുമെന്ന് ശ്രീനിയേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. അന്ന് അവിടെ ദൃക്സാക്ഷിയായി നിൽക്കുമ്പോൾ ശ്രീനിയേട്ടൻ എഴുതാതെ പോയ ഏറ്റവും ട്രാജിക്കായ ഒരു സോഷ്യൽ സറ്റയർ രംഗം പോലെ ആ കാഴ്ച അനുഭവപ്പെടുകയുണ്ടായി. ശ്രീനിയേട്ടന്റെ ഏറ്റവും വലിയ സ്നേഹവും വിശ്വാസവും വിമല ചേച്ചിയായിരുന്നു. എന്നോടുള്ള ഇവളുടെ സ്നേഹം കാണുമ്പോൾ ഇവളെ പോലെ ഒരെണ്ണത്തെ കൂടി കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഇരട്ടി സ്നേഹം കിട്ടുമല്ലോ. പ്രേംലാലും കാര്യമായൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശ്രീനിയേട്ടൻ ഉറക്കെ ചിരിച്ചു ഒരു ദിവസം. സ്വയം ഒരാളെ ഇതുവരെ അന്വേഷിച്ച് കിട്ടാത്ത പ്രേംലാല ഈ പ്രായത്തില് നിങ്ങൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കാൻ നടക്കുന്നതെന്ന് വിമല ചേച്ചി എന്നെയും ചേർത്ത് പകരം ട്രോളി. ഒരു ദിവസം ഞാനും ശ്രീനിയേട്ടനും അകത്തിരിക്കുമ്പോൾ ഒരു അമ്പലത്തിലെ പറയെടുപ്പോ മറ്റോ പുറത്തു വന്നു. അത് കഴിഞ്ഞ് വിമല ചേച്ചി അകത്തു വന്ന് ശ്രീനിയേട്ടന്റെ നെറ്റിയിൽ പ്രസാദം തൊടുവിച്ച് അടുക്കളയിലേക്ക് പോയി. ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നത് കണ്ട് ശ്രീനിയേട്ടൻ പറഞ്ഞു, മായ്ച്ചു കളയാൻ വയ്യ, വിമല തൊട്ടതല്ലേ. 15 വർഷത്തെ സൗഹൃദത്തിനിടയിൽ നൂറുകണക്കായ അവസരങ്ങൾ ശ്രീനിയേട്ടനൊപ്പം ഇരുന്ന് രാഷ്ട്രീയവും മതങ്ങളും ആൾദൈവങ്ങളും അന്ധവിശ്വാസങ്ങളും മലയാളികളുടെ കാപട്യങ്ങളും പുരോഗമന നാട്യങ്ങളും ഒക്കെ ഹാസ്യാത്മകമായി വിമർശിക്കപ്പെട്ട അതേ അകത്തളത്തിൽ മരണാനന്തര ചടങ്ങുകളിലെ നിരർത്ഥകതയെക്കുറിച്ച് പറഞ്ഞ് ഉറക്കി ചിരിച്ചിട്ടുള്ള അതേ ശ്രീനിയേട്ടന്റെ അവസാന ചടങ്ങിൽ മന്ത്രങ്ങളും കർമ്മങ്ങളും അരങ്ങേറുമ്പോൾ അവിടെയും ഞാൻ കാതിൽ ശ്രീനിയേട്ടനെ ചെറുചിരിയുടെ പിന്തുണയോടെ കേട്ടു. വിമലയുടെ ഇഷ്ടമല്ലേ, നടക്കട്ടെ. വെള്ളപ്പുതപ്പ് സുനിൽ സ്വാമി ശ്രീനിയേട്ടന് ചുറ്റും നിറഞ്ഞാടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ കരുതിയത് അതും വിമല ചേച്ചിയുടെ ഇഷ്ടമെന്നാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അത് അങ്ങനെയല്ല എന്ന്. യഥാർത്ഥത്തിൽ ഇത്തരം മനുഷ്യരെ ശ്രീനിയേട്ടൻ മുമ്പേ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് അവകാശപ്പെട്ട് മൃതശരീരം ഏറ്റെടുക്കാൻ മത്സരിച്ച് ഇടിച്ചു കയറി വരുന്ന രാഷ്ട്രീയക്കാരെ സന്ദേശത്തിൽ നാം കണ്ടതാണല്ലോ. ഇത് രാഷ്ട്രീയക്കാരനായിരുന്നില്ല, മറിച്ച് ഒരു ഫ്രോഡ് സ്വാമിയായിരുന്നു എന്ന് മാത്രം. താൻ എഴുതിയ പഴയ രംഗത്തിലെ കഥാപാത്രങ്ങളെ വച്ചുമാറി മുഖസാക്ഷിയായി കിടന്നു തന്റെ അവസാന രംഗത്തിൽ ശ്രീനിയേട്ടൻ. ലോകത്തെ ട്രോളിയും സ്വയം ട്രോളിയും ഒരു ജീനിയസിന്റെ സറ്റയറിൽ ലാസ്റ്റ് ഷോട്ട് എന്നായിരുന്നു കുറിപ്പ്. അതേസമയം സഞ്ജയന ചടങ്ങിൽ പോയപ്പോൾ തന്നോടും വിമല ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത്. 24 ന്യൂസിലൂടെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. ശ്രീനിവാസന്റെ കുടുംബത്തിന്റെ അനുമതിയോടെയാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ജയന ദിവസം ഞാനും ശ്രീനിയേട്ടന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവരെല്ലാം ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാനായിരുന്നു പോയത്. വിമല ചേച്ചിയുമായി കുറെ നേരം സംസാരിച്ചിരുന്നു. ശ്രീനിയേട്ടന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ആരും ക്ഷണിക്കാതെയായിരുന്നു സുനിൽ സ്വാമി അവിടേക്ക് എത്തിയത്.
പൂജയുടെയും കർമ്മത്തിന്റെയും കാര്യങ്ങളിൽ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു പുള്ളി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ജയിലിലായിരുന്നു സുനിൽ സ്വാമി. അദ്ദേഹം അവിടെ വന്നത് പല സിനിമാക്കാരെയും വേദനിപ്പിച്ചിരുന്നു. എന്നാൽ മരണത്തിന്റെ വേദനയിലും നിസ്സഹായതയിലും നിൽക്കുന്നവരുടെ ഇടയിലേക്കാണ് സുനിൽ സ്വാമി ഇടിച്ചു കയറിയത്. ഗുരുവിന്റെ പ്രാർത്ഥനയടക്കം വിനീതിനെ കൊണ്ട് ചടങ്ങുകളെല്ലാം ചെയ്യിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. പൂജാരിമാരെയൊക്കെ അവിടേക്ക് വിളിച്ചിരുന്നു. അവരെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് സുനിൽ സ്വാമി നേതൃത്വം സ്വയം ഏറ്റെടുത്തത്. അകത്തെ ചടങ്ങുകൾ നിയന്ത്രിച്ചത് അവരായിരുന്നു. ആൾദൈവങ്ങളെ എതിർത്ത ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ വരെ അത് പ്രകടവുമായിരുന്നു. ശ്രീനേട്ടന്റെ അവസാന ചടങ്ങുകളെ കുറിച്ച് പറയുന്നതിനിടയിൽ എനിക്കും അമ്പരപ്പായിരുന്നു. ഇതാരാണ് സുനിൽ സ്വാമി അവിടേക്ക് ക്ഷണിച്ചത് എന്ന കാര്യത്തിൽ. ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഈ സ്വാമിയെ പിടിച്ച് വെളിയിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായി പോയി. ദൈവം നിന്റെ സായുജ്യം പരേതാത്മാവിന് ഏകണേ എന്ന പ്രാർത്ഥന അവിടെ കൂടിയവരെല്ലാം ഏറ്റുചൊല്ലിയിരുന്നു. കുടുംബത്തിൽ ഒരാളും വിളിക്കാതെ അവിടേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു സുനിൽദാസ് എന്ന സുനിൽ സ്വാമി. തട്ടിപ്പ് കേസുകളടക്കം നിരവധി കേസുകളുണ്ട്. നിരവധി തവണ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖരുടെ സംസ്കാര ചടങ്ങുകൾ വരെ തട്ടിപ്പിനുള്ള വേദിയാക്കുകയായിരുന്നു സുനിൽ. ധ്യാൻ പോടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. അയാളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതിന് ഇയാൾക്കുള്ളത് ധ്യാൻ തന്നെ കൊടുത്തോളും. അത്രയേറെ തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആ സമയത്ത് പ്രതികരണം വരാതെ ഇരുന്നത്. ആരും വിളിക്കാതെ വന്ന ആളാണോ ശ്രീനിവാസനോട് കാണിച്ച അനാദരവായി പോയി. ധ്യാനിന്റെ നോട്ടത്തിൽ അയാൾ പതറുന്നത് കണ്ടിരുന്നു തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. ഞങ്ങൾ ആരും അറിയാതെയാണ് അദ്ദേഹം വന്നതെന്ന് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചതായി മാധ്യമപ്രവർത്തകനും കുടുംബത്തോട് അടുപ്പമുള്ള ആളുകളുമായ ഹൈദരാലിയും വ്യക്തമാക്കിയിരുന്നു. സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു സുനിൽ സ്വാമി. അവിടെ നിന്നും തട്ടിപ്പ് നടത്തി സത്യസായി ബാബ പ്രസ്ഥാനത്തിൽ ചേർന്നു. സത്യസായി സേവാ സമിതിയിലായിരുന്നു തുടക്കം. അവിടെയും തിരുമറി നടത്തി പുറത്താക്കപ്പെടുകയും ശേഷം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി സ്വയം ആൾദൈവമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ്. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി കേസുകൾ സുനിൽദാസിനെതിരെ ഉണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ ജയിലിലും കിടന്നിട്ടുണ്ട്. കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്ന് 3.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സുനിൽദാസ്. വാര്യർ ഫൗണ്ടേഷൻ സ്ഥാപകൻ തിരുനാവായ സ്വദേശി മാധവ വാര്യരിൽ നിന്ന് 5.5 കോടി തട്ടിയ കേസിലും പ്രതിയാണ്. മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവെന്ന് അവകാശപ്പെട്ട് 157 കോടി രൂപയുടെ തട്ടിപ്പ് സുനിൽദാസ് നടത്തിയെന്നും ആരോപണമുണ്ട്. നടി ശ്രീദേവിയെ തട്ടിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്ന ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ശബരിമല സ്വാമി എന്നും പ്ലാച്ചിമട സ്വാമി എന്നുമാണ് സോഷ്യൽ മീഡിയ വിളിക്കുക. ഇയാളുടെ ഇടപെടലിൽ ധ്യാൻ ആ അവസ്ഥയിൽ പോലും തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അയാൾ പറയുന്ന നാമജപം ഏറ്റുപറയാനോ ഇയാൾ നൽകിയ പുഷ്പം ഇട്ടു തൊഴാനോ ഒന്നും നിന്നില്ല എന്ന് മാത്രമല്ല, അച്ഛന് വേണ്ടുന്ന ബഹുമാനത്തോടെയും ആചാരങ്ങളുടെയും ഭാഗമായി എല്ലാം നൽകിയാണ് ധ്യാൻ അവിടെ നിന്നതും. എന്നാൽ സുനിൽ സ്വാമിയെ പോലെയുള്ള ചിലരുടെ അവിടുത്തെ പ്രകടനങ്ങൾ കുടുംബത്തെ മുഴുവൻ അലോസരപ്പെടുത്തിയിരുന്നു. അതിൽ നിവിൻ പോളിയുടെ മുഖഭാവത്തിൽ നിന്നും ഈ വിഷയമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമായതാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ മരണം വരെയും വിശ്വസിച്ച ആളാണ് ശ്രീനിവാസൻ. പക്ഷേ ഭാര്യ വിമല വിശ്വാസിയായതുകൊണ്ട് തന്നെ ടീച്ചറെ ഒരിക്കലും ശ്രീനിവാസൻ തടഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തന്റെ ഭർത്താവിന് എല്ലാവിധ മരണാനന്തര കർമ്മങ്ങളും നൽകണം എന്നും അവർ വിശ്വസിച്ചിട്ടുമുണ്ടാകാം. പക്ഷെ സുനിൽ സ്വാമിയെ പോലെയുള്ള ആളുകൾ ഇത്തരം സെലിബ്രിറ്റികളുടെ വീട്ടിലേക്ക് ഉള്ള കടന്നു കയറ്റം ഇനിയെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ടത് ആണെന്നാണ് ചർച്ചകൾ. അതേസമയം സുനിൽ സ്വാമി എന്ന ആളുടെ കോടികൾ വിലയുള്ള സ്വത്തുക്കളെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. കോടീശ്വരനാണ് ഇയാളെന്നും കശുവണ്ടി വ്യവസായത്തിൽ തുടങ്ങിയ ഇയാൾ പാലക്കാട്ടുകാരനാണെന്നും റിപ്പോർട്ടുണ്ട്. സ്വാമി അയ്യപ്പന്റെ വലിയ ഭക്തനാണെന്നാണ് റിപ്പോർട്ടുകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.